ഏപ്രിൽ 11 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: ക്രാക്കോവിലെ വിശുദ്ധ സ്റ്റനിസ്ലാവുസ്, വിശുദ്ധ ജമ്മ ഗൽഗാനി, വിശുദ്ധ അജരിക്കൂസ്, വിശുദ്ധ ഐഡ്, വിശുദ്ധ അന്റിപ്പാസ്, വിശുദ്ധ ബാർസനുഫിയൂസ്. വിശുദ്ധ ജമ്മ ഗൽഗാനി 1878 1903 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജമ്മ ഗൽഗാനി ജീവിച്ചിരുന്നത്. 1878 മാർച്ച് 12 ഇറ്റലിയിൽ ലൂക്കായ്ക്ക് സമീപം കമിലിയാനോ എന്ന ഗ്രാമത്തിൽ ജമ്മ ജനിച്ചു. കുട്ടി ജനിച്ച ഒരു മാസം കഴിഞ്ഞ് പിതാവ് ലൂക്കായിലേക്ക് താമസം മാറ്റി. ദൈവസ്നേഹം മുറ്റിനിന്നിരുന്ന അവളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ജമ്മ പരിപൂർണതയുടെ പ്രാഥമിക പാഠങ്ങൾ അഭ്യസിച്ചു. വിശുദ്ധ സീതായുടെ സഹോദരിമാർ നടത്തിയിരുന്ന വിദ്യാലയത്തിലാണ് ജമ്മ പഠിച്ചത്. പ്രാർത്ഥനയോടെ പ്രതിപത്തിയും പീഡാനുഭവത്തോടെ പ്രത്യേക ഭക്തിയും വിദ്യാലയത്തിൽ വെച്ച് അവൾ അഭ്യസിച്ചു. മുട്ടിന്മേൽ എന്നൊരു സമ്പൂർണ്ണ ജപമാല അവൾ ചൊല്ലിയിരുന്നു. 16-ാമത്തെ വയസ്സിൽ തിരുസഭാ ചരിത്രത്തിനും മതപഠനത്തിനുമുള്ള സ്വർണ്ണ മെഡൽ അവൾക്ക് ലഭിച്ചു. കാലിൻ്റെ അസ്ഥിയിൽ വേദന വന്നതോടെ അവളുടെ പഠനം നിർത്തി. ഒഴിവു സമയം ദരിദ്രരായ കുട്ടികളെ പഠിപ്പിക്കാനും ദരിദ്രർക്ക് അവരുടെ ഭവനങ്ങളിൽ സഹായം എത്തിക്കാനും അവൾ ചെലവഴിച്ചുകൊണ്ടിരുന്നു. അനസ്യൂതമായ പ്രാർത്ഥനയായിരുന്നു അവളുടെ ജീവിതം. ക്രൂശിത രൂപമാണ് അവൾ പാരായണം ചെയ്തിരുന്ന ഗ്രന്ഥം. ജമ്മയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. അന്ന് ഗൽഗാനി കുടുംബം ദാരിദ്ര്യത്തിൻ്റെ വക്കിലെത്തിയിരുന്നു. ജമ്മയുടെ നട്ടെല്ലിന് ക്ഷയവും വന്നുകൂടി. അവൾ ഒരമ്മായിയോടുകൂടെ താമസിച്ചു. 1899 ഫെബ്രുവരിയിൽ അവളുടെ സുഖക്കേട് മാറുകയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. വ്യാകുലമാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേലിൻ്റെ ജീവിത ചരിത്രം വായിച്ചതിൻ്റെ ഫലമായി പീഡാനുഭവ ഭക്തി അവളിൽ ഒന്നുകൂടി ശക്തി പ്രാപിച്ചു. വിശുദ്ധ ഗബ്രിയേൽ പലപ്പോഴും അവൾക്ക് പ്രത്യക്ഷപ്പെടുമായിരുന്നു. സുഖക്കേട് മാറാൻ ജമ്മ ഒരു നൊവേന കഴിച്ചു. മാർച്ച് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ സൗഖ്യം പ്രാപിച്ചു. സൗഖ്യപ്രാപ്തിക്ക് ശേഷം ഒരു മഠത്തിൽ ചേരാൻ ആഗ്രഹിച്ചുവെങ്കിലും രോഗം പൂർണ്ണമായി സുഖപ്പെട്ടുവോ എന്ന സംശയം നിമിത്തം ആരും അവളെ ചേർത്തില്ല. അക്കാലത്താണ് കർത്താവ് തൻ്റെ 5 തിരുമുറുകൾ അവളിൽ പതിപ്പിച്ചത്. അവസാനമായി പാഷനിസ്റ്റ് സഭയിൽ ചേരാൻ പരിശ്രമിച്ചു. അവരും അവളെ സ്വീകരിച്ചില്ല. എങ്കിലും പാഷനിസ്റ്റ് സഭയിലെ നമസ്കാരങ്ങളെല്ലാം അവൾ ചൊല്ലിക്കൊണ്ടിരുന്നു. അവസാനം അവൾ പറഞ്ഞു, ഞാൻ ഇനി ഒരു സഭയിലും ചേരുന്നില്ല. ഒരു പാഷനിസ്റ്റ് കന്യാസ്ത്രീയുടെ സന്യാസവസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഈശോ സ്വർഗത്തിൻ്റെ വാതിൽക്ക് എന്നെ കാത്തു നിൽക്കുന്നു. ജമ്മ ഗൽഗാനിക്ക് കാവൽ മാലാഖയോട് വലിയ ഭക്തിയുണ്ടായിരുന്നു. പല സേവനങ്ങളും മാലാഖ ചെയ്തു കൊടുത്തിരുന്നുവെന്ന് പറയുന്നുണ്ട്. 1902 ക്ഷയം പിടിപെട്ട് അവൾക്ക് കൂടുതൽ സുഖമില്ലാതെയായി. 1903 ഏപ്രിൽ 11 25-ാമത്തെ വയസ്സിൽ ജമ്മ ക്രൂശിതനായ നാഥനിലേക്ക് യാത്ര തിരിച്ചു. 1940 വിശുദ്ധയെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. പരിശുദ്ധ കന്യകെ, എന്നെ ഒരു പുണ്യവതിയാക്കണമേ എന്നുള്ള അവളുടെ പ്രാർത്ഥന ഫലമണിഞ്ഞു. ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ ജമ്മ ഗൽഗാനിയുടെ വാക്കുകൾ വിചിന്തനം ചെയ്യാം. ഈശോയെ പറ്റിയുള്ള ചിന്തകളിൽ നിമഗ്നയായിരിക്കുന്നതിനും സ്നേഹരക്ഷകന്റെ മുൻപിൽ മുട്ടിന്മേലായിരിക്കുന്നതിനുമുപരി മധുരതരമായി എന്താണുള്ളത്? അവിടുത്തെ പ്രീതിപ്പെടുത്താനും പാപികൾ അവിടുത്തെ ദ്രോഹിക്കാതിരിക്കാനും എൻ്റെ രക്തം മുഴുവനും ചിന്താൻ ഞാൻ സന്നദ്ധയാണ്. വിശുദ്ധ ജമ്മ ഗൽഗാനിയെ ലോകത്തിലുള്ള എല്ലാ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തിന് മുമ്പിൽ നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.